നമസ്തേ. നാം എല്ലാവരും ഓരോ കർമ്മങ്ങൾ അല്ലെങ്കിൽ ജോലികൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഈ ആക്റ്റീവ് അല്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അൺപ്രൊഡക്റ്റീവും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കോ സമൂഹത്തിനോ ഒന്നും യാതൊരു ഗുണവുമില്ലാത്തൊരവസ്ഥയാണ്. പ്രപഞ്ചം ആഗ്രഹിക്കുന്ന ഒരു കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ പ്രപഞ്ചം അവരെ പ്രതി എന്താണോ കാക്ഷിക്കുന്നത് ആ ഒരു കർമ്മ മേഖലയിലായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യുകയാണ് അവർ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകും. ചില ആളുകളാകട്ടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള കർമ്മമാണ് ചെയ്യുന്നത്. അവർക്ക് പ്രപഞ്ചത്തിന്റെ ആ ഒരു താല്പര്യം എന്താണെന്നോ അല്ലെങ്കിൽ ആത്മീയതയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവുകയില്ല. മറ്റു ചിലരാകട്ടെ സമൂഹം അവരെ കൊണ്ട് നിഷ്കർഷിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് ഒരു നല്ല പ്ലാൻ അല്ല ഉള്ളത്. കാരണം നമ്മൾ സ്ട്രൈവ് ചെയ്ത് സ്ട്രഗിൾ ചെയ്താലേ നമുക്ക് സൊസൈറ്റിയിൽ ഉയർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അടിച്ചമർത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ, ഒരു അടിമപ്പണിക്കാരനായിട്ട് ജീവിക്കുന്ന അവസ്ഥയായിരിക്കും. മറ്റു ചിലരാവട്ടെ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വർക്കിലേക്ക് എത്തപ്പെടുകയും അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പ്രപഞ്ചം ഒരാളെ കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ മാത്രമാണ് നമുക്ക് കർമ്മം എന്ന് വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. മറ്റേതെല്ലാം ജോലി അല്ലെങ്കിൽ അടിമപ്പണി അല്ലെങ്കിൽ വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകളാണ് വിളിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എന്നൊക്കെയാണ് വിളിക്കാനായിട്ട് പറ്റുക. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ കാര്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് സാധാരണക്കാരന്റെ പെർസ്പെക്റ്റീവിലുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തവും ഉയർന്നതുമായിട്ടുള്ള ഒരു തലത്തെക്കുറിച്ചാണ്. കാരണം ആത്മീയ രീതിയിൽ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ, സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഈ ജോലിയെ ഞാൻ കർമ്മം എന്നുള്ള രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കർമ്മം ഞാൻ പറഞ്ഞ പോലെ പലരും പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ കർമ്മം നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്, നല്ല പാഷനേറ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്, നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് റൺ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ കർമ്മം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അത് നമുക്കും നമ്മുടെ ചുറ്റിനുള്ളവർക്കും ഒക്കെ ഗുണകരമായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിൽ ഉയർച്ചയുണ്ടാവും. പക്ഷേ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ആളുകളും അവരുടെ കർമ്മത്തിലാണോ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലർക്കും ജീവിതം എന്ന് പറയുന്നത് ഒരു ചുരുളി പോലെയാണ്. ചുരുളി എന്ന് പറയുന്ന സിനിമ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ചുരുളി എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ചുഴി അല്ലെങ്കിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ആ സിനിമയിൽ നോക്കുകയാണെങ്കിൽ പോലും ഒരു ബിഗിനിങ്ങിൽ നടന്ന കാര്യം പിന്നെ അവസാനിക്കുമ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ആകുകയാണ്. അവിടെ ആള് മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ കർമ്മ മേഖലയിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിനെ നമുക്കൊരു വിരസത തോന്നുന്നുണ്ടെങ്കിൽ, അതിന് നമുക്കൊരു റിപ്പീറ്റേറ്റീവ് പാറ്റേൺസ് കണ്ട് കണ്ട് നമുക്ക് അത് ആകെ അങ്ങ് മടുത്തു പോയി എന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള സമയം അവിടെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത് ഈ ജോലി ചെയ്യുന്നു, അതിന്റെ കൂലി കിട്ടുന്നു. പക്ഷെ നിങ്ങൾക്ക് അപ്പൊ തോന്നുകയാണ് ഈ കൂലി, ദിസ് വേജ് ഈസ് നോട്ട് ഇനഫ്, ഈ ഒരു കൂലി എനിക്ക് ആവശ്യത്തിനുള്ള ആകുന്നില്ല. കാരണം ഒരു മാസത്തെ ശമ്പളം കിട്ടി, കുടുംബത്തിന്റെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേനും ആ ശമ്പളത്തിന്റെ അവസ്ഥ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പണം അവിടെ തീർന്നു എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും ബാക്കി പണമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജീവിതം ഇങ്ങനെ വിരസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസം കഴിയും തോറും പ്രായം കൂടി വരികയാണ്, അതിൻ്റെതായ പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ മനുഷ്യൻ ജീവിതത്തിലൊരു പ്രതീക്ഷയറ്റ അവസ്ഥയിൽ ഒരു മെക്കാനിക്കലായിട്ട് അവന്റെ ഓജസ്സും തേജസ്സും ഒക്കെ കുറഞ്ഞ്, ചില ആളുകളെ കണ്ടിട്ടില്ലേ, പ്രായമാവും തോറും അവർക്ക് തേജസ് കൂടിയാണ് വരുന്നത്. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രായം കൂടുന്തോറും അവരുടെ ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും മാനസികമായിട്ട് പോലും ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന കർമ്മ മേഖലയിൽ നിന്ന് നമ്മൾ മാറാനായി എന്നുള്ളത്, ഈ പ്രപഞ്ചത്തിന്റെ വിളി, പ്രപഞ്ചത്തിന്റെ അടയാളങ്ങൾ റീഡ് ചെയ്തിട്ട് കർമ്മം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്റ്റക്കായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് ഫർദർ ഒരു ഗ്രോത്ത് ഇല്ലാത്ത അവസ്ഥ വരുന്നത്. അപ്പൊ ഈ വർക്ക് ഇത് എന്ന് പറഞ്ഞ് ജീവിതം ആ ഒരു ഇട്ടാവട്ടത്തിൽ തീർന്നു പോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രപഞ്ചം എന്തൊക്കെ സയൻസ് ആണ് നമ്മളെ കാണിച്ചു തരുന്നത്. നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരാനുള്ള സയൻസ് ആണ് എപ്പോഴും പ്രപഞ്ചം കാണിച്ചു തരുന്നത്. കാരണം സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണുള്ളത്. അപ്പൊ ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഈ ചുരുളി അവസ്ഥ എന്നുള്ളതാണ്. ഇത് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ, വളരെയധികം വിരസമാക്കി ജീവിതത്തിനെ മാറ്റുന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് മാറണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് ഒരു ലക്ഷണമാണ്. ഈ ഒരു ലക്ഷണം മാത്രം ഉണ്ടായെന്നും കരുതി നമുക്ക് കർമ്മത്തിൽ നിന്ന് മാറണമെന്ന് പറയാൻ പറ്റില്ല. കാരണം കുറെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നുണ്ട്. അതിൽ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ സാറ്റിസ്ഫൈ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് പുനർവിചിന്തനം ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഉപയോഗപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായിട്ടോ നിരൂപണാത്മകമായിട്ടോ ചിന്തിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് എഴുതി ടിക്ക് ചെയ്താൽ പോലും തെറ്റില്ല. എന്നിട്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലോജിക്കിന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മറ്റൊരു കർമ്മമേഖല ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജീവിതം ഉയർച്ചയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേസിൽ നിന്ന് ആ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക.
ആരോടും ഒരു ഡയറക്ഷനോ അഡ്വൈസോ കൊടുക്കാനല്ല എൻ്റെ ഒരു വീഡിയോയും ഉള്ളത്, അല്ലെങ്കിൽ ഇതൊന്നും ഉപദേശങ്ങളൊന്നുമല്ല. ഇത് കുറെ ഫാക്ട്സ് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലോജിക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഒട്ടും സംതൃപ്തി ലഭിക്കുന്നില്ല. നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട്, ആർക്കാണോ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ അവർക്ക് ബെനിഫിറ്റും കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം സംതൃപ്തി ഇല്ലാതെ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മുടെ മനുഷ്യന്റെ ഈ പറയുന്ന ശാരീരികമായിട്ടും ഭൗതികമായിട്ടും നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഘടകത്തിലേക്കാണ് നമുക്ക് എത്താനായിട്ട് നമ്മൾ എപ്പോഴും കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യാതൊരു താല്പര്യവും ഇല്ലാതെ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ആ ശമ്പളം കിട്ടുമ്പോൾ മാത്രം, എന്നാൽ അതും പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 35,000 രൂപയാണ് ഒരു മാസം ശമ്പളം കിട്ടുന്നതെങ്കിൽ ഇതിലൊരു 5,000-ഓ 10,000-ഓ പോലും നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സേവിംഗ് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് മുഴുവൻ നിങ്ങളുടെ ജീവിത ചെലവിനായിട്ട് കഴിഞ്ഞു പോവുകയാണ്. 35,000 എക്സാമ്പിൾ പറഞ്ഞതാണ്, സാധാരണ പ്രൈവറ്റ് സെക്ടറിൽ അത്രയൊന്നും കിട്ടാറില്ല. നോർമലായിട്ട് വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് വല്ല 15,000-ഓ 20,000-ഓ മാക്സിമം പോയി 25,000-ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഡോളർ കൺവേർഷൻ വരുമ്പോൾ തന്നെ അവർക്ക് അതിന് വേണ്ട ബെനിഫിറ്റ് കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സാലറിയിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ചെയ്യുന്ന വർക്കിലും സാറ്റിസ്ഫൈഡ് അല്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ഓബ്സ്റ്റക്കിൾസ്, അതായത് തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ വരുന്നത് നമ്മുടെ കർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. അതിനെ നമുക്ക് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്ത് പോവാന്നുള്ളത് ആ ഒരു പണിയുടെ ഭാഗമാണ്. പക്ഷേ ഈ ഒബ്സ്റ്റക്കിൾസ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ചലഞ്ചസ് റിപ്പീറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റോഡ് ബ്ലോക്സ് പോലെ, അതായത് നമ്മളെ മാർഗത്തിനെ തടസ്സപ്പെടുത്തുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ യൂണിവേഴ്സ് ഈസ് തിങ്കിങ് സംതിങ് എൽസ്. അതായത് ഈ ഒരു സാഹചര്യത്തിനെ കുറിച്ച് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന 1-2 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലല്ല ഈ പറഞ്ഞ കർമ്മമേഖലയിലെ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയും പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ വെച്ചിട്ട് തൂക്കി തുലനം ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് വരുന്നത് പാഷൻ എന്ന് പറയുന്ന സാധനമാണ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ത്രില്ല് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഫീൽ ചെയ്യണം. നമുക്ക് ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പം നമുക്കൊരു മാനസിക സുഖം നമുക്ക് ഫീൽ ചെയ്യണം. ഇത് നമ്മൾക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് ഡിസൈൻഡ് ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് യാതൊരു പാഷനും ഫീൽ ചെയ്യുന്നില്ല, ഒട്ടും എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത് ആണ് അടുത്തതായിട്ടുള്ള ഒരു അടയാളം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ഓവർലാപ്ഡ് ആയിട്ടുള്ള കർമ്മമാണ്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അത് കാരണമോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ബന്ധമില്ലാതെയോ ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ടാസ്കും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അത് നിങ്ങൾക്ക് വരുമാനം തരുന്നുണ്ട്, കുറച്ച് ഹാപ്പിനെസ്, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥ തരുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഇതിനെ ഉപേക്ഷിച്ചിട്ട് അത് എടുക്കാനോ ഉള്ള ധൈര്യമില്ല. എന്നിട്ടും ഈ വന്ന സംഗതി പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ലക്ഷണങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കർമ്മത്തിൽ നിന്ന് നമ്മൾ മാറാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു അടയാളമാണത്. അടുത്തതായിട്ടുള്ളത്, ഈ കർമ്മ മേഖലയിലുള്ള ബന്ധങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്, വളരെ പ്രധാനമാണ്. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് നിങ്ങളോടുള്ള ബന്ധം, അത് നിങ്ങൾ ഒരു സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് ആണോ? അതായത് നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് സ്ട്രെയിൻ ചെയ്തത് കൊണ്ടാണോ ആ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ആയിരിക്കുന്നത്? അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഓൾറെഡി ഉണ്ട്, പക്ഷെ യാതൊരു സാറ്റിസ്ഫാക്ഷനും ആ ബന്ധത്തിൽ നിന്നില്ല. അതായത് സ്നേഹബന്ധമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ ഒരു വർക്ക് പ്ലേസിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ആളുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് അവിടെ ലഭിക്കുന്നില്ല. ഈ പറയുന്ന സ്ട്രെയിൻ ചെയ്താലും, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബന്ധമുണ്ടെങ്കിൽ അത് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളാണ് ചുറ്റിനുമായിട്ടും ഉടലെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ആളുകൾ ടോക്സിക് ആയിട്ട് മാറുകയാണ്. അപ്പൊ നിങ്ങളെ ആ ഒരു അറ്റ്മോസ്ഫിയർ റിജക്ട് ചെയ്യുകയാണ്. യു ഹാവ് ടു ഗോ ഫ്രം ദർ. ഇതൊരിക്കലും നിങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല ഒരു വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ഈ റിജക്ഷൻ വരുന്നത്. ബട്ട് നിങ്ങൾ യു ആർ ബെറ്റർ ആൻഡ് യു ഹാവ് ടു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ എന്നുള്ളതാണ്. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെ പ്രപഞ്ചം വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമാണിത്. അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മാറില്ല, കാരണം നമ്മളത് സേഫ് സോൺ ആയിട്ട് കണ്ടിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആകുകയാണ്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെയോ ഈവനിങ് വരെയോ വർക്ക് ചെയ്ത് അങ്ങ് ആ എൻഡിങ് ഫേസ് എത്തുന്ന സമയത്തേക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ സകല എനർജീസും ഡ്രെയിൻ ചെയ്ത് പോവുകയാണ് ഒന്നാമതായിട്ടുള്ളത്. പിന്നെ ഇമോഷണലി ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അതിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. സയന്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബേൺ ഔട്ട് ഉണ്ടാവുകയാണ്. അതായത് ആ കർമ്മം ചെയ്ത് തീർക്കുന്ന സമയത്തേക്ക് നമ്മളാകെ നമ്മുടെ ചാർജ് ഫുള്ള് തീർന്നു പോവുകയാണ്, നമ്മളുടെ എനർജി ഫുള്ള് കത്തിപ്പോവുകയാണ്. നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീണ്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിർത്തുകയാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നില്ല. വർക്ക് കഴിഞ്ഞ് ജിമ്മിൽ പോകാൻ വേണ്ടി ജിമ്മിൽ ചേർന്നിട്ടുണ്ട്, പക്ഷെ അവിടെ പോകാനുള്ള ചാർജ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. യോഗ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നുണ്ട്, അതിനുള്ള സമയം കിട്ടുന്നില്ല.
അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലുള്ള അവസ്ഥ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആ സമയത്ത് പോലും നിങ്ങൾ ഫോൺ കോളുകൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള കുടുംബത്തിന്റെ ബന്ധങ്ങളെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. കുടുംബവുമായിട്ട് ചെലവഴിക്കാനായിട്ട് സമയം ലഭിക്കുന്നില്ല. കുട്ടികളുമായിട്ട് സമാധാനത്തോടെ ഉല്ലസിക്കാനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ആത്മാവ് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ആനന്ദമയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ ഈ ആനന്ദം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഇതും അടുത്തതായിട്ടുള്ള ഒരു അടയാളമാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള ഒരു പുഷിങ് വരികയാണ്. ഈ ജോലി ഒഴിവാക്കിയിട്ട് മറ്റൊരു ഇതിലേക്ക് പോകാന്നുള്ളത്. ചിലപ്പോൾ വേറൊരു ജോലി ശരിയായിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇത് എങ്ങനെയെങ്കിലും നിർത്തി അടുത്തത് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഹൈ മോട്ടിവേഷൻ വരുന്ന അവസ്ഥ. ഇത് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മറ്റൊരു അടയാളമാണ്. കാരണം നമ്മുടെ സ്പിരിറ്റ് സോള് സ്ട്രൈവ് ചെയ്യുകയാണ് അതിന് വേണ്ട പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ കർമ്മത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അടുത്തായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറെ വാല്യൂസ് ഉണ്ടാവും. നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും വ്യൂ പോയിന്റും ഒക്കെ ഉണ്ടാവും. അതുമായിട്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ യാതൊരു വിധത്തിലും ഒരു മാച്ചിങ് വരുന്നില്ല. നിങ്ങളല്ലാതെ ആയി പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നോ കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് സംസാരങ്ങൾ, ട്രാൻസാക്ഷൻസ്, ഇത് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷനോ അല്ലെങ്കിൽ ഡിസൊണൻസോ ഉണ്ടാകുകയാണ്. കൊഗ്നിറ്റീവ് ഡിസൊണൻസ് എന്നാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളല്ലാതെ ആയി പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ഈ വർക്ക് പ്ലേസ് നിൽക്കുന്ന സമയത്ത്. ഈ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിനോടൊപ്പം തന്നെ എനിക്ക് വളരെയധികം സ്റ്റാഗ്നേഷൻ സംഭവിച്ചിരിക്കുന്നു. അതായത് വളർച്ച ഒരു ഘട്ടം എത്തിയിട്ട് പിന്നെ വളരുന്നില്ല, മുരടിച്ചു പോയിരിക്കുന്ന അവസ്ഥ, സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ ഫർദർ ഗ്രോത്ത്. അതായത് എനിക്ക് അടുത്തതായിട്ട് ഒരു വളർച്ച ഉണ്ടാകാനുള്ള ഒരു സ്കോപ്പ് ഇനി ഇവിടെ ഇല്ല. അപ്പൊ ഈ പറഞ്ഞ ഓരോ ഘടകങ്ങളും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എൻ്റെ ജീവിതത്തിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഞാനിവിടെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു ഇവാലുവേഷൻ നടത്താനായിട്ട്. അപ്പൊ നിങ്ങൾ ലൈഫിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എത്രയാണെന്ന് അളക്കാനുള്ള സൈക്കോളജിക്കൽ സ്കെയിലുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം ഇത് കുറവായിട്ടാ കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ട്, എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയും സാഹചര്യങ്ങളും ഉണ്ട്. കാരണം നിങ്ങൾ ഈ വർക്കിൽ നിന്ന് മാറുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം താഴോട്ട് പോകാൻ വേണ്ടിയല്ല. മാറുന്ന സമയത്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ താഴോട്ട് പോകുന്നതിന് പകരം ഒരു ബൗൺസ് ബാക്ക് ചെയ്തിട്ട് ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളായിരിക്കുന്ന കർമ്മ മേഖലയിൽ നിന്ന് ഉയരേണ്ടതായോ അല്ലെങ്കിൽ അതിനുള്ള സമയമായിട്ടോ എന്നുള്ളത് പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നതിന്റെ അടയാളങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാം സയന്റിഫിക് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് കൂടുതലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി ന്യൂ ഏജേഴ്സ് ഒക്കെ വിശ്വസിക്കുന്നതും. ഒരുപാട് ആളുകൾ നിങ്ങൾ സംസാരിച്ച് നോക്കുന്ന സമയത്ത് അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർന്ന സമയങ്ങളിൽ, ആ സാഹചര്യങ്ങളിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങളായിരിക്കുന്ന കർമ്മമണ്ഡലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പ്ലേസിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനായപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഫീൽ ചെയ്തപ്പോഴാണ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയും ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ഞാൻ നിർത്തുകയാണ്. നമസ്തേ.